കൊളപ്പര മാളികയില് വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തിട്ടില്ലേ നോക്കിക്കോൻ? പായും തലേണ ഒരു 4 എണ്ണം കൂടി വെപ്പിച്ചോളോ. പരിചയക്കാരും ചിലർ വരില്ലോ. ഇതാ വരുന്നുണ്ട്. വക്കാണത്തിനാണ് ഭാവറിച്ചാൽ പട്ടേരിയായിരിക്കും സ്മാർത്തന്റെ വേഷം കെട്ടുന്നത്. ഇതൊക്കെ വിചാരണക്കാരുണ്ട്, വിരുന്നുകാരുണ്ട്. അപ്പൻ ഇവരെ വിളിച്ചു വരുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതും ചെയ്യേണ്ടത് ഞങ്ങളാണ്. ദൂരത്ത് കളപ്പുരകൾ ചിലതില്ലേ, അതിലൊന്ന് ഒഴിവാക്കി അങ്ങോട്ട് മാറ്റിക്കൂടെ? അവർക്ക് അവകാശപ്പെട്ടതൊക്കെ കെട്ടിബോധിച്ചു എന്ന് ഒപ്പിടിച്ചാൽ മതിയല്ലോ. വളരെ എളുപ്പം. ഈ പൊറാട്ട് നാടകം എന്തിന്? പാലക്കുന്നത്തെ പ്രശസ്തി ഇനിയും പെരുപ്പിക്കാനോ? നിയമം എന്നെ പഠിപ്പിക്കാൻ കോടതി പോയ ആളല്ലേ. നമ്പൂരാരുടെ നിയമം ഞാൻ പറഞ്ഞു തരാം. ദോഷം തെളിച്ച് പടിയടച്ച് പുറത്താക്കിയാ പിന്നെ സ്വത്തിന് അവകാശമില്ല. അതിപ്പോ വേണേ പഠിച്ചോളൂ. ഭരിക്കുന്നതേ 6-ആം ജോർജ് ആവും. പക്ഷെ ധർമ്മം പാലിക്കേണ്ട നിയമങ്ങളൊന്നും നമ്പൂരി സമുദായം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അതും പഠിച്ചോളൂ. കുറ്റം ചെയ്തൊന്ന് ബോധ്യാണല്ലോ, പിന്നെ എന്തിനു വിചാരണ? അതോ കുറ്റക്കാരാരൊക്കെയാണെന്ന് വ്യവസ്ഥയായിട്ട് അറിയാൻ തന്നെ. വേട്ട നമ്പൂരി മരിച്ച് 3 കൊല്ലം കഴിഞ്ഞ ഒരാത്തയന്മാർക്ക് തനിയെ ഗർഭുണ്ടാവോ? ഭ്രഷ്ടായാൽ ആരായാലും പുറത്ത്, 7-1 അവകാശമുള്ള ആളായാലും പുറത്ത്. ദോഷം വന്ന സാധനത്തിന് സംഘക്കാരുടെ സാഹിത്യം പഠിപ്പിച്ചിരുന്നത് ഇയാളായിരുന്നു അത്രേ. സാഹിത്യം മാത്രമാണോ പഠിപ്പിച്ചത്? അതും അറിയണം. നിർത്തുക, അവിടെ നിർത്തുക. കൂടുതൽ വേണ്ട. വിചാരണയിലെല്ലാം പുറത്തു വരുമല്ലോ. ഇങ്ങട് ഇങ്ങട്. നീ ഏതാ പെണ്ണേ? അടിയൻ ഈ ഇല്ലത്തെ പണിക്കാരത്തി. ആരാ അകത്ത്? ഇല്ലത്തെ ചെറിയ ആറ്റന്മാര്, മരിച്ച വല്യമ്മൂരുടെ ആറ്റന്മാര്. പാലക്കുന്നത്ത് നമ്പൂരി 4 വേളി കഴിച്ചു അല്ലേ? മൂത്താള് മരിച്ചു. ഇത് ചെറിയ ആറ്റന്മാര് കിഴക്കേടത്തുനിന്നുണ്ടെന്ന. അങ്ങനെ വരട്ടെ. കിഴക്കേടത്ത് മനക്കൽ നിന്ന് 4-ാം വേളിയായി കൊണ്ടുവന്ന ഉണ്ണിമായ അന്തർജനം അല്ലേ? ശരിയല്ലേ? അവര് തന്നെ. അതെന്തേ പെണ്ണെ അകത്തുള്ള ആൾ ഓരപ്പരയിലിരിക്കണേ? എന്തിനാ ഈ അഭിനയം? ഒരാവശ്യമില്ലാണ്ട് വേണം. അങ്ങനെ അതിന്റെ നിയമം. ഇദ്ദേഹത്തിന് പഴയ ചിട്ടയൊന്നും തെറ്റിക്കരുതെന്ന് നിർബന്ധമുണ്ട്. കാര്യം ക്രോപ്പും കടക്കലും പരിഷ്കാരമൊക്കെ ഉണ്ടെങ്കിലും. ചോദിച്ചത് കേട്ടില്ലേ? അകത്തുള്ള ആളുടെ സ്ഥാനം ഉറപ്പരലാണോ പെണ്ണെ? അതിന് ഒരു ദോഷം വന്നിരിക്കുന്നു. പെണ്ണ് തെറ്റാതെ പറയണുണ്ട്. മോശല്യ. ദോഷച്ച പല വിധത്തിലാവാം. തീണ്ടല്, തൊടല്, തീണ്ടിയത് തിന്നല്. ഇവിടെ എന്താ പറ്റിയെന്ന് നിനക്ക് അറിയോ പെണ്ണെ? അതിന് 4 മാസം വയറ്റിലുണ്ട്. എന്നുവെച്ചാ ഗർഭം. വിധവ ഗർഭിണിയായി എന്നതാണ് ഇവിടെ സംഭവിച്ച ദോഷം. അപ്പൊ നമുക്കിതിന്റെ സത്യാവസ്ഥ അറിയാതെ വയ്യല്ലോ. ഇപ്പറഞ്ഞ കുറ്റം സമ്മതിക്കുന്നുണ്ടോന്ന് ചോദിക്കും പെണ്ണേ. എന്നിട്ട് സാധനം പറയുന്ന മറുപടി അക്ഷരം വിടാതെ ഇങ്ങോട്ട് പറഞ്ഞണം. മറുപടി നേരിട്ട് പറയില്ല എന്ന് നിയമമുണ്ട്.
മര്യാദയ്ക്ക് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ കഷ്ടപ്പെടാതെ കഴിയും. അതും പറഞ്ഞു കൊടുത്തേക്ക്. ഉം. അവരോട് ഞാൻ എന്താ പറയേണ്ടത്? ഒന്നും പറയണില്ല. മിണ്ടാപ്പൂതം. മിണ്ടാപ്പൂതങ്ങളെ മിണ്ടിക്കാനുള്ള വഴികളും വശമുണ്ട്. കുടിവെള്ളം കൊടുക്കണ്ട. ദാ അത്രയ്ക്കയ്യോ? ആ ശരി, ചെറുതായിട്ട് ഓരോ പ്രയോഗങ്ങൾ തുടങ്ങാം, തെറ്റില്ല. അപ്പോ ഇന്ന് മതിയാക്കല്ലേ? ആ ഓദിക്കാനല്ലേ ആവക്കോയ്മയുടെ സ്ഥാനത്ത് ഊണിന്റെ ഏർപ്പാട് നേരത്തെ നോക്കിക്കോളൂ. ആരാ ദഹരണത്തിന്? നമ്മുടെ ശുപ്പാമണി കേവന. ഹായ്, വരിക വരിക. നമ ശിവായ, 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 വൈദ്യന്മാരാരെങ്കിലും ഈ അവസ്ഥയിൽ കിഴക്കേടത്തിനോട് ഒന്നും പറയാൻ വയ്യല്ലോ. ഞാൻ ഓടി വന്നത് വരാതെ തന്നെ വിവരം കിട്ടി. അപ്പ വീണതാണ് അച്ഛൻ. കിടക്കുന്നത് കണ്ടില്ലേ? വിചാരണ നടത്തി പുറത്താക്കാൻ കാത്തു നിൽക്കണോ വാസേവൻ? വിചാരണ നടത്തുന്നത് ഒരു മനുഷ്യജീവിയാണെന്ന് കരുതാറില്ല. ഈ ധർമ്മശാസ്ത്രത്തിൽ പ്രതിയെപ്പറ്റി പറയുന്നത് തന്നെ സാധനമെന്നല്ലേ? ഇതൊക്കെ എന്നെ പഠിപ്പിക്കണത് എന്തിനാ കുഞ്ചുണ്ണി? പുറത്താക്കുന്നത് വരെ നിൽക്കണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാൽ. ഇങ്ങോട്ടോ? ഈ പട്ടി ചവിട്ടിയാൽ ഞാൻ. അവരിവിടെ ജനിച്ചു വളർന്നതല്ലേ? ഒരു തെറ്റ് പറ്റി എന്ന് വെച്ച് സ്വന്തം അനുജത്തി അല്ലാതാവില്ലല്ലോ വാസവൻ. അല്ല, എന്റെ ആരുമല്ല. അങ്ങനെ ആയിരുന്നു എന്നുള്ളത് എന്റെ മഹാശാപം. ഇതറിഞ്ഞ മുതൽ ശാന്തി പണിക്ക് ഞാൻ പോയിട്ടില്ല കുഞ്ചുണ്ണി. അറിയോ, ആളുകളുടെ മുഖത്ത് നോക്കാൻ വയ്യാത്ത സ്ഥിതി വരുത്തി വെച്ചില്ലേ ഒരുമ്പെട്ടോട്. ഈ ഇല്ല തകർന്ന് പിറന്നത് മുജ്ജന്മത്തിന് ശാപമുണ്ടാവും. 4 ആൾ അറിയും മുമ്പ് തല്ലിക്കൊന്ന് വല്ല കുളത്തിലോ കിണറ്റിലോ ഇടായിരുന്നില്ലേ അശ്രീകരത്തിന്? കുഞ്ഞത്തോലെ ഉറങ്ങാണോ? അടിയനാണ് മാധു. അടുക്കളയിലും നെടുമ്പരയിലും ഒക്കെ നമ്പൂരാരാ. ഇതിലെത്തിരി കുഴച്ചാവില്ല. കുറച്ച് വെള്ളം കിട്ടിയ കൊണ്ടുവന്നിട്ടുണ്ട്.
ഇത് ഏട്ടത്തിമാരറിഞ്ഞ മാധുവിന് കേസാവും. ചെറിയാള് മാത്രമേ ഉള്ളൂ അത്ത്, മറ്റൊരൊക്കെ പോയില്ലേ. അവരെ അത് തന്നത്. ചെറിയ എടുത്തിയോ? അതിന് വലിയ സങ്കടമുണ്ട്.